കിരീടാവകാശിയുമായുള്ള ചർച്ചയിൽ ഊർജ്ജ സൗകര്യങ്ങൾക്കെതിരായ ആക്രമണം നിർത്താൻ അഭ്യർത്ഥിച്ച ഇമ്മാനുവൽ മാക്രോൺ. ഫ്രഞ്ച് പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോൺ തിങ്കളാഴ്ച സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ച നടത്തി. സൗദി അറേബ്യയുടെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിൽ ഫ്രാൻസിന്റെ ഐക്യദാർഢ്യവും പ്രതിബദ്ധതയും മാക്രോൺ അദ്ദേഹത്തോട് ആവർത്തിക്കുകയും ചെയ്തു. സൗദി അറേബ്യയുടെ കിരീടാവകാശിയും രാജകുമാരനുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ഞാനിപ്പോൾ ഒരു സംഭാഷണം നടത്തി. ഇറാനിയൻ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആവർത്തിച്ചുള്ളതും അസ്വീകാര്യവുമായ ആക്രമണങ്ങൾക്ക് രാജ്യം വിധേയമാകുന്ന ഈ സമയത്ത് സൗദി അറേബ്യയുടെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് സംഭാവന നൽകുന്നതിനുള്ള ഫ്രാൻസിന്റെ ഐക്യദാർഢ്യവും ഞങ്ങളുടെ പ്രതിബദ്ധതയും ഞാൻ അദ്ദേഹത്തിന് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞുവെന്നും എക്സിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സ്വതന്ത്രമായി നാവിഗേഷൻ പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത മാക്രോൺ ഊന്നി പറഞ്ഞു. യുദ്ധം നിയന്ത്രണാതീതമായി പടരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഊർജ്ജ സൗകര്യങ്ങൾക്കും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തുന്നതിനും ഹോർമുസ് കടലിടുക്കിൽ ഇറാന് നാവിഗേഷൻ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിനും എല്ലാ യുദ്ധകക്ഷികളും സമ്മതിക്കേണ്ടത് മുമ്പെന്നത്തേക്കാളും ആവശ്യമായി വന്നിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദിത്തവും സംയമനവും പാലിക്കണമെന്നും മാക്രോൺ ആഹ്വാനം ചെയ്തു. എല്ലാവർക്കും സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ കഴിയുന്ന സംഭാഷണം പുനരാരംഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് നിലവിലെ ഘട്ടം ഉത്തരവാദിത്തവും സംയമനവും ആവശ്യപ്പെടുന്നു. ഈ നിർണായക ഘട്ടത്തിൽ G7ഉം ഗൾഫ് സഹകരണ കൗൺസിലും അവരുടെ ഏകോപനം ശക്തിപ്പെടുത്തണം. ഫ്രാൻസും സൗദി അറേബ്യയും ഈ ദിശയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്നും വ്യക്തമാക്കി. അതേസമയം ടെഹ്റാനിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് അല്ലെന്നും ഇവിടുത്തെ ഭരണകൂടം പൊളിച്ചുമാറ്റണമെന്നും ഇറാന്റെ നാടുകടത്തപ്പെട്ട കിരീടാവകാശി രാജകുമാരൻ റസ പഹ്ലവി തിങ്കളാഴ്ച വാദിച്ചു. എക്സിലെ ഒരു പോസ്റ്റിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് അല്ല. ഇറാന്റെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ഇറാനിയൻ ജനതയ്ക്കും സ്വതന്ത്ര ഇറാന്റെ ഭാവിക്കും അവകാശപ്പെട്ടതാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആ ഭാവി യാഥാർത്ഥ്യമാക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന അടിച്ചമർത്തലിന്റെയും ഭീകരതയുടെയും യന്ത്രങ്ങളാണ്. ഇറാൻ സംരക്ഷിക്കപ്പെടണം, ഭരണകൂടം പൊളിച്ചുമാറ്റപ്പെടണം. അതേസമയം ഇറാനെതിരായി US-ഇസ്രായേൽ ആക്രമണങ്ങളും ഇറാന്റെ പ്രതികാര നടപടികളും മൂലമുണ്ടായ പ്രതിസന്ധി വളരെ ഗുരുതരമാണ്. 1970കളിലെ എണ്ണ ആഘാതങ്ങളെക്കാൾ മോശമാണെന്നും അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ തലവൻ തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകി. ഊർജ്ജ പ്രവാഹത്തിലെ തടസ്സങ്ങൾ കൂടുതൽ വഷളാകുകയാണെങ്കിൽ ഏജൻസി വിപണി സാഹചര്യങ്ങൾ വിലയിരുത്തുകയും അംഗരാജ്യങ്ങളുമായി ഓപ്ഷനുകൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് ഫാത്തിക് ബിറോഡ് പറഞ്ഞു. ആവശ്യമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അത് ചെയ്യും. ഞങ്ങൾ സാഹചര്യങ്ങൾ പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും വിപണികൾ വിലയിരുത്തുകയും ഞങ്ങളുടെ അംഗരാജ്യങ്ങളുമായി ചർച്ച ചെയ്യുകയും ചെയ്യുമെന്ന് ബിറോഡ് ക്യാൻബറയിലെ നാഷണൽ പ്രസ് ക്ലബ്ബിൽ പറഞ്ഞു. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ കുതിച്ചുചാട്ടത്തെ നേരിടാൻ തന്ത്രപരമായ കരുതൽ ശേഖരത്തിൽ നിന്നും റെക്കോർഡ് 400 ദശലക്ഷം ബാരൽ എണ്ണ പുറത്തുവിടാൻ മാർച്ച് 11 IEA അംഗങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.